അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വ്ലോഗ് ചെയ്യുന്നുണ്ട് കേസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഹസരക്കേട്ട ലേക്കിൻ്റെ അവിടെയാണ്. ഇന്ന് നമുക്ക് ആ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചാണ് വരുന്നത്. മീൻസ് ആ ലേക്കിൻ്റെ അവിടെ ഒരു ഫോട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വൈഡ് ലെൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടത്തിയല്ലോ. അപ്പോൾ ഇന്ന് നമുക്കത് എടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഗൈസ്. പക്ഷേ എനിക്ക് തോന്നുന്നു മഴയൊക്കെ പെയ്തതുകൊണ്ട് ഫുള്ള് വെള്ളം കയറി കിടക്കണം കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് ഇപ്പോൾ സംശയമാണ്. എനിവേസ്, ഈ പ്ലാൻ പൊളിഞ്ഞാൽ നമുക്ക് അടുത്ത പ്ലാനിലേക്ക് കിടക്കാം. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ലേക്ക്. വെള്ളം ഇങ്ങനെ കയറി കിടക്കുവാണ്. ചിലപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരിക്കും. നോക്കാം. നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെയൊക്കെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. നമുക്ക് നോക്കാമല്ലോ. എനിക്ക് തോന്നുന്നു നല്ലൊരു പിക്ചർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇറങ്ങാൻ പറ്റിയാൽ നമുക്ക് നോക്കാൻ ട്രൈ ചെയ്യാം. അതുപോലെ കേസ് നമുക്കൊരു ND ഫിൽറ്റർ ഞാൻ വാങ്ങി കേട്ടോ. അപ്പം ND ഫിൽറ്റർ വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു സ്ലോ ഷട്ടർ ഇട്ട് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം. അതുപോലെ ഈ നെക്കിൽ കിടക്കുന്ന സാധനം നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സാധനം നമുക്ക് ഇപ്പോൾ എൻ്റെ മോണോപോഡല്ല, ഇത് ഗൊറില്ല പോഡിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു വഴി അടച്ചെന്ന് തോന്നില്ല, ഇല്ല, ഗൊറില്ലാപ്പാടിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് GoPro സ്വിച്ച് ചെയ്യാൻ പറ്റും നെക്കിലോട്ട്. മിക്കവാറും ഗൊറില്ല പോഡിൽ ക്യാമറ വെച്ച് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിവേസ് നമുക്ക് താഴോട്ട് പയ്യെ ഒന്ന് ഇറങ്ങിപ്പോവാം. ആക്ച്വലി കേസ് നമുക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ കല്ലെല്ലാം സ്ലിപ്പായി കിടക്കണം കേട്ടോ. തെന്നിപ്പോയാൽ നമുക്ക് പണി കിട്ടും മോനെ. തെന്നിപ്പോവാ താഴെ എത്താൻ പറ്റുമോ നോക്കട്ടെ. നല്ല സ്ലിപ്പറിയാണ് സാധനം. സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. മഴ പെയ്തിട്ട് ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പായിട്ടൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു അഡ്വഞ്ചറായി മാറി. തിരിച്ച് കയറുമ്പോഴും സ്ലിപ്പാകാതെ നമുക്ക് കയറിപ്പോകണം. ഒരു ക്യാമറയും കൂടെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, നന്നായി എടുക്കാഞ്ഞത്. സാധാരണ നമ്മൾ നേരെ തിരിച്ചാണ് ഇതിന്. പക്ഷേ ആ ക്യാമറ അല്ലെങ്കിൽ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് വിചാരിക്കാറ്. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്, എടുക്കാഞ്ഞത് നന്നായി. പിന്നെ ഇരുന്നിറങ്ങേണ്ട അവസ്ഥയാണിപ്പം. അവിടെ ഒരു ബേർഡ് സൗണ്ട് ഉണ്ടാക്കുന്നു. പൂറെ ഞാൻ ഇരുന്നിട്ട് നിരങ്ങി തെന്നിപ്പോവാ. ഒരു വാളിച്ച പറ്റിയ താഴെ കിടക്കുന്നു. ഇനി കുഴപ്പമില്ല, വീണാൽ ചെറുതായിട്ട് തല പൊട്ടത്തേ ഉള്ളൂ. ചാകത്തില്ല. അങ്ങ് മേളിൽ നിന്ന് വേണം പണി തീർന്നതിന്. ഫുള്ള് തന്നെ കാണാം. ഓക്കെ, നമ്മൾ ഹസരഘട്ട ലേക്കിൻ്റെ താഴെ എത്തി. നമ്മൾ ആ ഒരു ട്രീസ് കണ്ടില്ലേ, അതിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒരു ടൈം ലാപ്സ് അല്ല, എന്താ പറഞ്ഞതിന്, സ്ലോ ഷട്ടർ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒറ്റ കാര്യത്തിനാണ് ഞാനിവിടെ വന്നത്. നമുക്ക് ഒരു കാര്യം, ഇവിടെ ഒരുത്തനുണ്ട് കേട്ടോ കൂടെ. എൻ്റെ പുറകെ എപ്പോഴും ഒരുത്തൻ കാണും. അവൻ വഴി മാറിപ്പോയി. ഇന്ന് ആരുമില്ല ഇവിടെ. സാധാരണ മീൻ പിടിക്കാനാണ് എനിക്ക് തോന്നുന്നു. ആൾക്കാർക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല, അവരെ വെള്ളം കയറി കിടക്കുമല്ലേ. മീൻ പിടിക്കാൻ പോലും ആൾക്കാരില്ല. ഓക്കെ, നമുക്ക് ആ ഒരു ഷോട്ട് എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്കാം. അതുപോലെ ഗൈസ്, ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് കിടിലമാണ് കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ബേർഡ്സാണ് ഇവിടെ ഉള്ളത്. ലേക്കിൽ നോക്കിയാൽ ഇഷ്ടം പോലെ ബേർഡ്സ് ഉണ്ട്. നല്ലൊരു ലെൻസ് വേണം. ഞാനൊരു 150 to 500 ക്യാമറ ലെൻസ് എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. എനിവേസ് ഗൈസ്, നമുക്ക് ആ ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്ക് മൗണ്ടിലോട്ട് മാറി നമുക്ക് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാം. നോക്കട്ടെ, ജസ്റ്റ്
നമ്മൾ ഇതുപോലെ തന്നെ കേസ് ഞാൻ ലാൻഡ്സ്കേപ്പ് അങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പും പോട്ടെ, ബേർഡ് ഫോട്ടോഗ്രാഫി ചിലപ്പോൾ നമുക്ക് ലെൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ നമുക്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ടൊരു ട്രാവൽ, ഇതിപ്പോൾ ട്രാവലിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പം എനിക്കിപ്പോൾ ഈ വഴി കാണാതെ അറിയാം ഇവിടെ വരെ എത്താനായിട്ട്. ഇതൊക്കെ ഊരിയെടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു നല്ല സെറ്റപ്പാണ്. അതായത് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ഊരാനും ഇവിടെയും ഈ ക്യാമറയിലും കൂടെ ഒരു സാധനം പിടിപ്പിച്ചാൽ എനിക്ക് സമയം കിട്ടില്ല. പിടിപ്പിക്കുമായിരുന്നെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് ഊരാനും എടുക്കാനും ടൈം വേസ്റ്റ് ആക്കണ്ടായിരുന്നു. അത് ശരിയായില്ല. നെക്സ്റ്റ് ടൈം അത് കറക്റ്റാക്കിയിരിക്കും. ക്യാമറ മോണോപോഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ആ ഒരു ഷോട്ട്, നമുക്ക് നല്ലൊരു ഷോട്ട് നമുക്ക് കിട്ടണം. നിങ്ങൾക്ക് ഇപ്പം ക്യാമറ കാണാമല്ലോ അല്ലേ? ലെൻസ് ക്യാപ്പ് ഊരണം. ഞാനതുപോലെ നമ്മുടെ ഫിൽറ്റർ ഓൾറെഡി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ക്യാമറയിൽ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇത് കണ്ടില്ലേ, നമ്മളൊരു വലിയ വിലയുടെ ഒന്നുമല്ല ഇത്. എന്താണ് സാധനം? ഇത് കൊഡാക് പ്രോ സീരീസിൽ വരുന്ന 67mm നമ്മുടെ 16mm ലെൻസിനുള്ള ഒരു ഫിൽറ്ററാണ്. എനിവേസ് നമുക്ക് ആദ്യം ലെൻസിൻ്റെ ഈ സാധനം അവിടെ കുടുങ്ങി കേട്ടോ, അതിന് ഊരാൻ പറ്റത്തില്ല ഫിൽറ്റർ വെച്ചുകൊണ്ട്. എനിവേസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. f1.4 നമുക്ക് ആദ്യം ഒന്ന് മാറണം. ഇപ്പോഴും എനിക്ക് സോണിയുടെ ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, സോണി ഞാൻ അങ്ങോട്ട് ഫുള്ളായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ ഷോട്ടിൽ നമുക്ക് നോക്കാമല്ലോ. നമുക്ക് എത്ര അപ്പർച്ചറിൽ പോയാലും നല്ലൊരു ഷോട്ട് കിട്ടും. ഓക്കെ, 1/10 സെക്കൻഡിലാണ് നമുക്ക് നല്ലൊരു ഷോട്ട് കിട്ടുന്നത്. ഇതിന് പിന്നെ നമുക്കൊരു ചെറിയൊരു ടൈമർ കൊടുക്കണമായിരുന്നല്ലോ, അതും നമുക്ക് നോക്കാം. ഇപ്പം അത്ര കറക്റ്റായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് നല്ലൊരു സ്പോട്ട് നോക്കാം. എൻ്റെ ഇവിടെ വരുമ്പോൾ ഒരു ആശങ്ക എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് വല്ല പുലിയോ, ഇവിടെ സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ ഈ സാധനമൊക്കെ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ എനിവേസ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരിപാടി ഇന്ന് തീർക്കണം. ഇവിടുന്ന് നല്ലൊരു ഷോട്ട് ഒപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ലെഗ് നമുക്ക് ഇച്ചിരി ഒന്ന് വലിച്ചു വെച്ച് ഒരു ഇത് വന്ന എന്തായിരുന്നു ഡിസ്പ്ലേ ഈ ഒരു ഷോട്ടിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നത്. ഇതൊരു വലിയ ഷോട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി പഠിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി, വേറൊന്നും വിചാരിക്കണ്ട. ഞാൻ വലിയ ഫോട്ടോഗ്രാഫറാണെന്ന് ഒന്നും അവകാശപ്പെടുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ടൈമർ എനിക്ക് കണ്ടുപിടിക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. സിംഗിൾ ഷൂട്ടിംഗ്. ഓക്കെ, ടൈമർ സെൽഫ് ടൈമർ 10 സെക്കൻഡ്. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യാം. F11 നിന്ന് നമുക്ക് ഒരു F16 ആക്കിയാലോ. ഓക്കെ, കുറച്ചും കൂടെ നമുക്ക് ഓക്കെ നമുക്കൊരു 1/3 നമുക്ക് കിട്ടും കേട്ടോ. 1/3 നോക്കട്ടെ. ഇങ്ങനെ ഒരു വലിയൊരു മാറ്റം ഇട്ടോ. അപ്പോൾ കേസ് നമുക്കൊരു വലിയ മാറ്റം അതിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ഒന്ന് ടേൺ ചെയ്യാം.
തോന്നുന്നു കുറച്ചും കൂടെ ഡാർക്ക് ആക്കിയാൽ അടിപൊളിയാവുമെന്ന് തോന്നുന്നു. ഡാർക്ക് ആവുമെന്ന് വിചാരിക്കുന്നു ടേൺ ചെയ്യുമ്പോഴത്തേക്കിന്. ഇതെങ്ങോട്ട് തിരിക്കണമെന്നാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. എങ്ങോട്ട് തിരിച്ചിട്ടും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. നമ്മൾ വീണ്ടും ഡാർക്കാക്കി സീന് നോക്കട്ടെ. F16 ആണ്, ISO 100. നമ്മൾ നല്ല 20 സെക്കൻഡിലോട്ടൊക്കെ പോവുകയാണ്. മോനെ, പക്ഷെ ഫ്രണ്ടിലൊരു എന്തോ ഒരു സെറ്റപ്പ് വരുന്നുണ്ടല്ലോ 20 സെക്കൻഡ് ആക്കുമ്പോൾ. ഭയങ്കര ഒരു ഇത് വരുന്നു. അപ്പം നമുക്കതൊന്ന് മാറ്റാം. 20 നിന്ന് തിരിച്ച് കയറാം. ബൾബ് മോഡിൽ കയറി കേട്ടോ സാധനം. നോക്കട്ടെ, നല്ല വ്യൂ അല്ല. ബൾബ് മോഡ് നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ സെറ്റപ്പ്. ഞാൻ മറന്നുപോയി. ഓ മൈ ഗോഡ്. അപ്പോൾ ഗൈസ്, നമുക്ക് ബൾബ് മോഡെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമുക്കിത് ഞെക്കി പിടിക്കാം. എൻ്റെ കൈ ഷേക്കാണ്. നമുക്ക് വേറെ സാധനം ഉണ്ടല്ലോ, നമ്മൾ ബൾബ് മോഡിൽ ഒരു ഞെക്കി വെച്ചുകൊണ്ടിരിക്കുക. ആ സാധനം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എൻ്റെ ക്യാനോണിനുണ്ടായിരുന്ന സാധനം. അങ്ങനെ ഒരു സാധനം ഉള്ള കാര്യം തന്നെ ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. നമുക്ക് ബൾബ് മോഡ് മാറിയിട്ട് നോർമൽ ഒരു 20-25 സെക്കൻഡിൽ നമുക്ക് ഒന്നും കൂടെ ഷോട്ട് എടുക്കണം. അപ്പോൾ നല്ലൊരു 150-500 ടൈമറോൺ കിട്ടുമായിരുന്നെങ്കിൽ കിടിലം ബേർഡ് ഫോട്ടോസ് എടുക്കാമായിരുന്നു. ഇപ്പോൾ ഒരു 30 സെക്കൻഡാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് നോക്കട്ടെ എങ്ങനെ വരും. എടാ മോനെ, ഇത് കുറേ ആയല്ലോ. ഫോട്ടോ വല്ലതും വന്നോ? അയ്യോ, എന്തോ ഒരു കത്തിയ പോടാ കേട്ടോ. ശരിയായില്ല. ബൾബ് മോഡ് വേണ്ട. നമുക്കൊരു 1.3 സെക്കൻഡ് 1-2 പിക്ചർ എടുക്കാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നന്നായിട്ട് വരട്ടെ. നമുക്ക് ഒന്നും കൂടെ ഒന്ന് കറക്കി നോക്കാം. അമ്മേ, കാല് വേദന എടുക്കുന്നു. ഒന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കാം. നമുക്കൊരു 1/2-ലോ 1/3-ലൊക്കെ ഒന്നൊരു ഫോട്ടോ എടുക്കണം. അത് നൈസായിരിക്കും. നമുക്കിനി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതൊന്ന് തിരിച്ച് നോക്കാം. തിരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു വേറൊരു കളർ കയറി വരും. അതാണ് ഞാനത് തിരിക്കാൻ എനിക്കൊരു മടി. ഓക്കെ, 1/3-ൽ. ഓ, നമ്മൾ ടൈമർ ഇട്ടില്ല. മൊത്തം പ്രശ്നമാണ്. എന്തായിട്ട് വന്നു? ഒന്നുമില്ല കേട്ടോ. അതൊരു മിസ്റ്റേക്കാണ്. 6 സെക്കൻഡ് ടൈമർ ഇട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഷോട്ട്. ഒരു കിടിലം ഫോട്ടോ വരട്ടെ മോനെ. ഓക്കെ, നമ്മുടെ ലോങ്ങസ്റ്റ് ഫോട്ടോയാണ്. പ്രോസസ്സിങ്ങിലാണ്. എന്താണ് സംഭവിക്കുന്നത് ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു കിടില ഷോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഓക്കെ, അത് അടിപൊളിയായിട്ടുണ്ട്. ഫിൽറ്റർ കൊണ്ടിരുന്ന് നമുക്കത് ഇനി ലൈറ്റ് റൂമിൽ പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു. ഞാൻ ഇനി അത് തിരിച്ച് കയറണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഗൈസ്, നമ്മളൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഷോട്ടായിരിക്കും, ഫോട്ടോഗ്രാഫി ആയിരിക്കും ഇനിയും. അതിന് മുമ്പോട്ട് ഞാൻ ആ 80D നമുക്ക് 85mm ലെൻസ് ഉണ്ടല്ലോ, അത് വെച്ച് പീപ്പിൾ ഫോട്ടോഗ്രാഫിയും നല്ല ലാൻഡ്സ്കേപ്സ് ഉള്ള സ്ഥലങ്ങളിൽ എത്തിയാൽ നമുക്ക് ഈ 16mm ലാൻഡ്സ്കേപ്പ്. നമുക്കിപ്പം എല്ലാത്തിനും പുതിയ ലെൻസ് മേടിക്കാനൊന്നും ഇപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള പരിപാടിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇത് ഊരിയിട്ട് പിന്നെ ബാഗിനകത്ത് ഇട്ടിട്ട് നമുക്ക്
എന്താണ് ഇപ്പുറത്തൊരു ഒരു വഴിയുണ്ട്, അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് ചോദിച്ചിട്ട് നിർത്തി ആൾക്കാരുടെ എടുക്കാൻ പറ്റിയ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫീൽഡിലൊക്കെ പണി ചെയ്യുന്ന കാര്യം അങ്ങനെ പാടത്ത് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ദൂരെ നിന്ന് നല്ലൊരു ഫോട്ടോ ലെൻസ് എടുത്താൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ക്യാമറ ബാഗിൽ കയറ്റാം. ഇതൊന്ന് ചാടിക്കിടക്കട്ടെ. അമ്മേ ഓക്കെ, ക്യാമറ കയറ്റട്ടെ ഗൈസ്. നമ്മൾ ഹസരഘട്ട ലേക്കിലെ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. നീ എന്നാ സാധനം കയറണമല്ലോ. കയറുന്ന വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം. ഇറങ്ങുന്നതാണ് എപ്പോഴും പ്രശ്നം. ഞാനെന്തായാലും അതും നിങ്ങളെ എൻ്റെ കാലൊക്കെ കാണിക്കുന്നില്ല. ഓക്കെ.